എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്ന 5 തരത്തിലുള്ള നാരങ്ങ വെള്ളമായിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാനായിട്ട് മിന്റ് ലൈം ജ്യൂസ് ആണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ പുതിന ഇല എടുത്തിട്ടുണ്ട്. അല്പം ഒരു പിടിയോളം പുതിന ഇല മതി. പിന്നെ കസ്കസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നാരങ്ങ പിഴിഞ്ഞെടുത്ത നീരാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കസ്കസ് കുതിർക്കാനായിട്ട് വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അല്പം വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെക്കുന്നത്. നമ്മൾ ബാക്കി വരുന്നതൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴേക്കും അത് കുതിർന്ന് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ മിന്റ് ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിതാ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പുതിനയിൽ അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് മുന്നേ ഞാൻ ചെറിയൊരു പീസ് ഇഞ്ചിയുടെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പിടിയോളാണ് പുതിനയിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കുന്നത് 1 ഗ്ലാസ് മിന്റ് ലൈം ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ആവശ്യത്തിലുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ആവശ്യത്തിനനുസരിച്ച് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞാനിതാ 1.5 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ നീരെടുക്കുന്ന സമയത്ത് അതിൻ്റെ കുരുവൊന്നും ഇല്ലാതെ നോക്കണം കേട്ടോ. അതിനുശേഷം ഞാനിതാ ആവശ്യത്തിനുള്ള 1 ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ ഒരു അരിപ്പ വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായ കസ്കസൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരിച്ച് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം കസ്കസ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഭംഗിക്കായിട്ട് ഞാൻ ചെറുനാരങ്ങ ഒരു സൈഡിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കസ്കസ് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചത് കൊണ്ട് ഞാൻ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അത് ഇച്ചിരി ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ഞാൻ നമ്മുടെ മിൻറ്റ് ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല വെയിലൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇതൊരു ഗ്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണം പോയ വഴി പോലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഞാനിതാ കസ്കസ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കട്ടകളൊക്കെ അടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിതാ ചെറിയൊരു പീസ് പുതിനയില കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മിൻറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടത്തൊക്കെ വരുന്ന സമയത്ത് ഇവരൊന്നും കിട്ടണല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് പേര് കണ്ടാൽ മനസ്സിലാകും, ക്യാരറ്റ് ഫ്ലേവറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. പിന്നീട് കട്ട് ചെയ്ത ക്യാരറ്റാണ് കേട്ടോ. ഇത് വേവിക്കാത്ത ക്യാരറ്റാണ്, പച്ചയായിട്ടുള്ളതാണ്. അപ്പോൾ 1 ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിനുള്ളതിനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ശേഷം 1.5 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ്, 1 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഷുഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചിയുടെ രുചി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്കും ഒരു കഷ്ണം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാനിതാ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനിത് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഇനി നിങ്ങൾ ക്യാരറ്റിൻ്റെ രുചി ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റിൻ്റെ എണ്ണം കുറച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റിൻ്റെ രുചി എടുത്ത് നിൽക്കില്ല. അങ്ങനെ ഞാനിതാ മൊത്തം അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അല്പം കസ്കസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. റമദാനൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ ഉറപ്പായി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അങ്ങനെ ഞാനിതാ കസ്കസൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചെറുനാരങ്ങ കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഫ്ലേവേർഡ് ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കാൻ വിട്ടുപോകണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയിലേക്ക് കടക്കാം. ഓറഞ്ച് ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഇവിടെ കുറച്ച് ഓറഞ്ച് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അതിനുശേഷം ഞാൻ ഇതാ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് 2 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തണുത്ത വെള്ളം തന്നെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം അല്പം ഷുഗർ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മധുരം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കും. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ മധുരം ഇഷ്ടപ്പെടാത്ത ആളായതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ട് നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, കാരണം അതിൻ്റെ കുരു അരഞ്ഞു പോയാൽ ചെറിയൊരു കയപ്പടിക്കുന്നത് പോലെ ഉണ്ടാവും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അതിൻ്റെ നീരൊക്കെ അടിഞ്ഞാൽ മതിയാവും. അങ്ങനെ ഞാനിതാ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അല്പം കസ്കസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കസ്കസ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എനിക്ക് കസ്കസിൻ്റെ രുചി ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കസ്കസ് ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി രുചിയുള്ളത് പോലെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കസ്കസ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം. പതിവ് പോലെ ഞാനിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നാരങ്ങ ക്യാപ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓറഞ്ച് ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ലൈം ജ്യൂസാണ്. ഇവന് അധികം ആൾക്കാർക്കും അറിയുന്നതായിരിക്കും അല്ലേ. പെട്ടെന്ന് ചൂട് സഹിക്കാൻ പറ്റേണ്ടെന്ന് ഞാനൊക്കെ കൂടുതലും കുടിക്കുന്നത് ലൈം ജ്യൂസ് തന്നെയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ 1.5 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതാ അല്പം കസ്കസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ലൈം ജ്യൂസ് ഇതാ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അരിപ്പ വെച്ച് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് അല്പം കസ്കസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈം ജ്യൂസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ലൈം ജ്യൂസ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിതാ ഇതിലേക്ക് 1/2 കപ്പോളം പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ആണെങ്കിൽ അല്പം പാലും പിന്നീട് തണുത്ത വെള്ളമാണെങ്കിൽ തണുത്ത വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചെറുനാരങ്ങ ഉറ്റിക്കുന്നത് കൊണ്ട് പാല് പിരിഞ്ഞു പോകുമോ എന്നുള്ള പേടി വേണ്ട. കാഷ്നട്ട് ഇടുന്നത് കൊണ്ട് പാല് പിരിഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ. അതിനുശേഷം ഞാനിതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ജ്യൂസുകളിൽ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസാണ് മിൽക്ക് ലൈം ജ്യൂസ്. എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. അങ്ങനെ ഞാനിതാ ഒരു അരിപ്പ വെച്ചിട്ട് ചെറുനാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ കാഷ്നട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചെറിയ ജാറുണ്ടെങ്കിൽ അതിലാണ് കുറച്ചുകൂടി നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ജാറില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വലിയ ജ്യൂസ് ജാറിൽ അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ തരികളായിട്ട് കാഷ്നട്ട് അരയാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ബാലൻസ് വന്ന പാല് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു ഗ്ലാസ്സിലേക്കാണെങ്കിൽ നേരെ പകുതി പാലും വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അരക്കുന്ന സമയത്ത് നിങ്ങൾ ചെറുനാരങ്ങ അതിലേക്ക് പിഴിയാണ്ട് നമ്മുടെ ഈ കാഷ്നട്ടില്ലേ അത് അരച്ചെടുത്തതിന് ശേഷം പിഴിയുക. അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് റിസൾട്ട് അറിയിക്കാൻ വിട്ടു പോവണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ടാറ്റാ ബൈ, സീ യു.